അതെ, ഒരു രക്ഷയില്ല. നമ്മൾ രാവിലെ വന്നാൽ ഇങ്ങനെയുള്ള കുറെ പണികളൊക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ഭാഗമായിട്ടാണ്. എങ്കിലും എന്താ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ പുറത്തെ വേസ്റ്റ് കൊണ്ട് നമ്മൾ ചേട്ടനുണ്ട്. അപ്പം നമ്മൾ പുറത്ത് എടുത്ത് വെക്കും. പക്ഷെ ഇതൊക്കെ കിളികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് പുറത്തേക്ക് കളയണേ. ഇപ്പൊ രാവിലെ വന്നാൽ ഇതാണ് പരിപാടി. അപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. നമുക്കേ പ്രധാനമായിട്ടും നമ്മൾ ഇന്നലെ ഈ മണ്ഡലകാലമൊക്കെ ആയതുകൊണ്ട് ആളുകൾ കുറവായിരിക്കും വന്നെന്നാണ് കരുതുന്നത്. പക്ഷെ നമുക്ക് രാത്രി 10 മണി വരെ ഇവിടുന്ന് നമ്മുടെ അടിമാലിയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇത് വീഡിയോ റീൽസ് കൊണ്ട് മാത്രം തന്നെ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോഴത്തേനും സാധനം തീർന്നു പോവാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ചിട്ട് വേണം വരാൻ. ദൂരെ നിന്ന് തന്നെ ആൾക്കാരെ ഒരു 7:00-ക്ക് ശേഷമാണ് ഇവിടെ എത്താന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരുവാണെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റി വെച്ചേക്കാം. അല്ലാത്ത പക്ഷം സാധനം തീർന്നു പോവുക ചെയ്യണം കേട്ടോ. ഒരു 7:00-ഒക്കെ ആകുമ്പോഴത്തേനും സംഭവം തീരും. അപ്പോൾ ഇന്നത് കണക്കാക്കി കുറച്ചുകൂടെ അധികം ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും നേരത്തെ വരാൻ ശ്രദ്ധിക്കുക. പിന്നെ 7:00-ക്ക് ശേഷം എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല കപ്പയ്ക്ക്. പൊട്ടിപ്പോവും, അത് പൊട്ടിപ്പോവും, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ 7:00-ക്ക് ശേഷം എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല. അപ്പോൾ വൈകിട്ട് 7 ആകുമ്പോഴത്തേനും ഇന്ന് ടോട്ടല് 40 കിലോ കപ്പേ എടുത്തിട്ടുള്ളൂ. ഇന്നലെ മണ്ഡലമായതുകൊണ്ട് 30 കിലോ എടുത്ത്. ഇന്നിപ്പോൾ 40 കിലോ കപ്പയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് 4 മണിക്ക് ശേഷം, 4 മണി തൊട്ടാട്ടോ സ്റ്റാർട്ടിങ്. 4 മണി തൊട്ട് രാത്രി 11 വരെ. ഏഷ്യാഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏഷ്യാഡിനെ കുറിച്ച് ആൾക്കാർ ചോദിച്ചത് ഏഷ്യാഡ് എന്താണ് സംഭവം എന്ന്. അപ്പം വേറൊന്നുമില്ല, ഏഷ്യാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ പോത്തിൻ്റെ നല്ല വാര്യലും പിന്നെ മുഴനഞ്ച് കിട്ടുമെങ്കിൽ മുഴനഞ്ചിൻ്റെ ഇതും എല്ലാം കൂടെ കൂട്ടി നമ്മൾ കപ്പയുടെ കൂടെ ഇട്ട് മിക്സാക്കി എടുക്കുകയാണ്. അത് അതിൻ്റെയൊക്കെ നെയ്യും കാര്യങ്ങളെല്ലാം കൂടെ ചെല്ലുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം. നല്ല ചൂടോടുകൂടിയുള്ള സാധനമാണത്. കപ്പ ബിരിയാണി പോലെ ചിലയിടത്ത് കപ്പ ബിരിയാണിയൊക്കെ അപ്പം തന്നെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് അപ്പം അടിച്ചു കൊടുക്കുന്ന പരിപാടിയല്ല. ഇത് നമ്മൾ നേരത്തെ സെറ്റാക്കി അതിൻ്റെ നെയ്യെല്ലാം ഇറങ്ങി നല്ല സെറ്റ് സാധനമായിരിക്കും. അപ്പോൾ വേറെ ഒന്നും ഈ സാധനമൊക്കെ എടുത്ത് വെക്കേണ്ടിയിരിക്കാതപ്പാ. വലിയ പണിയൊന്നും കുറച്ച് ദിവസമായിട്ട് ചെയ്യാറില്ലായിരുന്നല്ലോ അതിൻ്റെ. അപ്പം വൈകിട്ട് 4 മണി കേട്ടോ. ഓക്കെ, 4 മണി നമുക്ക് കാണാം. നമ്മുടെ വെങ്ങാടൻസിലേക്ക് കേട്ടോ. നമ്മുടെ വെങ്ങാടൻ സ്പെഷ്യലാണേ. അപ്പോൾ എപ്പോഴും പറഞ്ഞല്ലേ, നമ്മുടെ വെങ്ങാടൻ സ്പെഷ്യൽ കപ്പ് കഴിക്കാൻ വേണ്ടി, ഏഷ്യയുടെ കഴിക്കാൻ വേണ്ടി നമ്മുടെ വെങ്ങാടൻസ് തന്നെ വരാം കേട്ടോ. അപ്പോൾ വൈകിട്ട് കാണാം. ബൈ.